ഇറ്റ്സ് സൺഡേ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ 3 പേരും ഒന്ന് പാലക്കാട് പോകണം. ഞാനും മോനും 2 വീലറിലാണ് പോയത്. അപ്പം ഞങ്ങൾ ആദ്യമേ എത്തി. ചേട്ടൻ ബസ്സിൽ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയതും എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് ആദ്യം 1-2 കടയിൽ കയറി. അവന് അൽഫാം കഴിക്കണമെന്ന് പറഞ്ഞ് കുറേ ആയി ചോദിക്കുന്നു. ഇതുവരെ അവൻ അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് മേടിച്ചു തരാമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് 2 കടയിൽ കയറി എവിടെയും അൽഫാം ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നു. വണ്ടി സ്റ്റാൻഡിൽ നിർത്തിയിട്ട് കുറച്ചുകൂടെ നടന്ന് വന്നിട്ടാണ് നോക്കിയത്. അപ്പോൾ കേക്ക് സ്റ്റോർ കണ്ടു. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഡെസേർട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ അവിടെ കയറി അവനൊരു ബർഗറും എനിക്ക് ആ ഡെസേർട്ടും മേടിച്ചു. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. നല്ല സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. ഇതിനവർ 100 റുപ്പീസാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് വേർത്തായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, 2 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. ദെൻ അവന് വാങ്ങിയ ബർഗറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് രണ്ടും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ചേട്ടനെത്തി. ഞങ്ങൾ ആദ്യം അവിടുന്ന് നേരെ പോയത് ഒരു 2 വീലർ ഷോറൂമിലേക്കാണ്. ആക്ച്വലി ഇന്ന് പാലക്കാട് വന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, വണ്ടി ഒന്ന് മാറ്റാനാണ്. എൻ്റെ 2 വീലർ വാങ്ങിയിട്ട് 2018 മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടല്ല, വേറൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ കോളിൽ സംസാരിച്ചിട്ടാണ് വന്നത് ഷോറൂമിലേക്ക്, പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ട് ശരിയായി. 1-2 ഷോറൂമിലേക്ക് കയറിയ ശേഷം ദെൻ ഫുഡ് കഴിക്കാനായിട്ട് ചന്ദ്രനഗറുള്ള ആഹാറിലേക്കാണ് പോയത്. ഹസ്ബൻഡ് മാത്രമേ കഴിച്ചുള്ളൂ, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും വിശപ്പുണ്ടായിരുന്നില്ല. സോ ഞാനൊരു കോഫിയും മോനൊരു ജ്യൂസും മാത്രം കുടിച്ചു. ദെൻ മേഴ്സി കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഷോറൂമിലും കൂടെ പോയി. അവിടെയും ബട്ട് ഒന്നും ഓക്കെ ആയില്ല. മെയിൻ എന്താ വെച്ചാൽ സൺഡേ ആയതുകൊണ്ട് കുറേ സ്റ്റാഫ് ലീവായിരുന്നു. അതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ചിന് സംസാരിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫൈനലി മോന് വേണ്ട അൽഫാമെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വെച്ച് നൂർജഹാനിൽ പോയി അവൻ അൽഫാം മേടിച്ചു കൊടുത്ത് നേരെ വീട്ടിലോട്ട് പോയി.